ഔലിയാക്കന്മാരിൽ ഒരുപാട് വിഭാഗം, ഒരുപാട് കാറ്റഗറി ഉണ്ട്. 4 പ്രധാനപ്പെട്ട വിഭാഗം ഔലിയാക്കന്മാരുണ്ട്. ഒന്ന്, ചില ആളുകൾക്ക് അവർ വലിയാണെന്ന് അവർക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. അങ്ങനെയുള്ള ആളുകളുണ്ട്. മമ്പർത്ത തങ്ങളൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ മദദ് ഫൈലാനിനെ അള്ളാഹു നമ്മളിലേക്ക് വർഷിപ്പിച്ചു തരട്ടെ. മഹാനവറുകൾക്കും അറിയാം മഹാനൊരു വലിയാണെന്ന്, നാട്ടുകാർക്കും അറിയാം മമ്പർത്ത തങ്ങൾ വലിയാണെന്ന്. എന്നാൽ മറ്റു ചില ഔലിയാക്കന്മാർ അവർക്കറിയാം, മറ്റുള്ളവർക്കറിയില്ല. അങ്ങനെ ഉണ്ടാവും. അത് ചില സാഹചര്യങ്ങളിലൊക്കെ ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, മമ്പർത്ത തങ്ങളെ കാലത്ത് തിരുരങ്ങാടിയിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പുഴക്കരയിൽ ഇങ്ങനെ പോയിരിക്കും. അങ്ങനെ പുഴയിലേക്ക് ആളുകൾ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഡ്രസ്സുകളൊക്കെ കൂടിയും കെട്ടിയ ഭാണ്ഡം പുഴക്കരയിൽ കൊണ്ടുവച്ചെടുക്കും. അലക്കി കഴിഞ്ഞാൽ അതേമാതിരി കെട്ടിങ്ങാണ്ട് വെച്ചാൽ എടുത്തുങ്ങാണ്ട് പെരയിലും കൊണ്ടുവച്ചെടുക്കും. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങും. അതാരെയും അങ്ങനെയാണ് ഉണ്ടാവുക. കുറച്ച് കഴിയുമ്പോൾ പരിഹാസം തുടങ്ങും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പരിഹാസം തുടങ്ങിയപ്പോൾ ഒരു ദിവസം വെള്ളിയാഴ്ച തിരുരങ്ങാടി പള്ളിയിൽ മമ്പുറം സയ്യിദ് അലവി മൗലദ്ദവീല റളിയല്ലാഹു അൻഹു വന്നു. ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഇന്ന് പരിശുദ്ധമായ ഹറം ഷരീഫിൽ സുബ്ഹി ജമാഅത്തിന് പങ്കെടുത്ത ഒരാൾ സദസ്സിലുണ്ടല്ലോ, അയാളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ ആരാന്ന് ആർക്കും മനസ്സിലാകാത്തതുകൊണ്ട് ആരും എഴുന്നേറ്റില്ല. മഹാനവറുകൾ രണ്ടാമതും പറഞ്ഞു, ഇന്ന് സുബ്ഹി ജമാഅത്തിന് ഹറമിൽ പങ്കെടുത്ത ഒരാളുണ്ട്, അയാൾ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു. രണ്ടാമതും ആരും നീക്കണമെന്നും കണ്ടില്ല. മൂന്നാമത് പറഞ്ഞു, ഇന്ന് സുബ്ഹി ജമാഅത്തിന് ഹറമിൽ പങ്കെടുത്ത ഒരാൾ സദസ്സിലുണ്ട്, അയാൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അയാളുടെ വിലായത്തിനെ എടുത്തു മാറ്റി വെക്കും എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമ്പാൻ കൊണ്ടുവച്ച് കൊടുക്കുന്ന ആൾ മെല്ലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ ഔലിയാക്കന്മാരാണ് എന്നുള്ളത് ഓൽക്കറിയാം, മറ്റുള്ളവർക്കറിയില്ല. അങ്ങനെ ഉണ്ടാവും. ചിലത് ആളുകൾക്കൊക്കെ അദ്ദേഹം വലിയാണെന്നറിയാം, പക്ഷെ മൂപ്പർക്ക് അങ്ങനെ തോന്നിയില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ആർക്കും അങ്ങനെ തോന്നിയില്ല. അങ്ങനെയുള്ളവരുണ്ടാവും. 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ഒരാൾ ദുആക്ക് ഇജാബത്തുള്ള ആളുണ്ടായിരിക്കുമെന്നാണ്. ഒരുപക്ഷെ അയാൾക്കും അറിയില്ല ഞാനാണ് ആളെന്ന്, വേറുള്ളവർക്കും അറിയില്ല ഞാനാണ് ആള്. ഇങ്ങനെ ഔലിയാക്കന്മാർ ഒരുപാട് ഇനാണ്. ലോകത്തെ ഔലിയാക്കന്മാർക്ക് എല്ലാ കാലഘട്ടത്തിലും നേതൃത്വം നൽകുന്ന ആളുകളുണ്ടാവും. അവർക്കാണ് ഖുതുബുകൾ എന്ന് പറയുന്നത്. ഖുതുബുൽ അഖ്താബ് എന്ന് പറയും നമ്മൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഇങ്ങനെ ലോകത്തെ എല്ലാ കാലത്തും ഔലിയാക്കൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുണ്ടാവും. ഈ കാലത്തും ഉണ്ടാവും. നമ്മളിങ്ങനെ പറഞ്ഞ് ആൾക്കാർ വയത് പറഞ്ഞിട്ട് ഈ കാലത്തൊന്നും ഔലിയാക്കന്മാരുണ്ടാവില്ല എന്ന് തോന്നുന്ന കോലത്തിലായിട്ടുണ്ട്. നല്ല മനുഷ്യന്മാരൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനതിനോട് യോജിക്കണില്ല. ഈ കാലത്തും മുത്തഖീങ്ങൾ ഉണ്ടാവുമെന്നും ഈ കാലത്തും മുഅ്മിനീങ്ങളുണ്ടെന്നും ഈ കാലത്തും ഔലിയാക്കന്മാരുണ്ടെന്നും ഏത് കാലത്തും ഉണ്ടാവും എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ഉണ്ടാവും. ഖിയാമത്ത് നാളിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ഉണ്ടാവും. പക്ഷേ ഒരു കാലത്തെ വലിയനെ പോലെയായിരിക്കില്ല അടുത്ത കാലത്തെ വലിയ എന്ന് പറഞ്ഞത്. ഒരു കാലത്തെ മുത്തഖിയെ പോലെയായിരിക്കില്ല അടുത്ത കാലത്തെ മുത്തഖി. ഈ കാലത്തുള്ള മുത്തഖീങ്ങളായി ജീവിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. ഏത് കാലത്തും മുത്തഖീങ്ങൾ ഉണ്ടാവും. 2022 മുത്തഖീങ്ങളുണ്ട്, 23 ഉണ്ട്. അതിൻ്റെ തെളിവാണ് 22 നോമ്പുണ്ടായത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോൽമ്പ് വിൽക്കാൻ പറഞ്ഞോടത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും നോൽമ്പ് വിൽക്കണം, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ടാണ് നോൽമ്പ് വിൽക്കാൻ പറഞ്ഞത്. അപ്പോൾ 2022 നോൽമ്പ് വിൽക്കാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം 2022 മുത്തഖീങ്ങൾ ഉണ്ട് എന്നാണ്. ഇനി 23 നോൽമ്പ് ഉണ്ടാകുകയാണെങ്കിൽ 2023 മുത്തഖീങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവാണ്. പക്ഷേ എല്ലാ കാലത്തെയും മുത്തഖീങ്ങൾ ഒരുപോലെയല്ല.
എല്ലാ കാലഘട്ടത്തിലെയും തഖ്വ ഒരുപോലെയല്ല. ഈ കാലത്തെ മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പം ഇതിലൂടെ അങ്ങനെ ഒരു ഇടവഴിയുണ്ട്. നല്ല വിശ്വസ്തനായ ഒരാൾ വന്നിട്ട് നമ്മോട് പറഞ്ഞു, ഈ ഇടവഴിക്ക് പോകരുത് കേട്ടോ, അവിടെ മൂർഖം പാമ്പുണ്ട് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്നാൽ തഖ്വ ആ വഴിക്ക് പോകാതിരിക്കലാണ്. കാരണം പാമ്പ് പിടിച്ച സംഗതി പ്രശ്നം തന്നെയല്ലേ. പക്ഷെ വേറൊരു ബുദ്ധിമുട്ടുണ്ടായി. ഈ ഇടവഴിയിലൂടെ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ അപ്പുറത്താണ് കുടിവെള്ളം കോരുന്ന കിണറുള്ളത്. പോകല്ലാതൊരു കോലമില്ല. എന്താ കാട്ടുക? വെള്ളം കുടിച്ചായിരിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ ചായ ഉണ്ടാക്കാനും ചോറുണ്ടാക്കാനും വീട്ടിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന കുടിവെള്ളമുള്ള കിണർ ആ വഴിക്ക് കൂടി പോയാൽ അപ്പുറത്താണ് ഉള്ളത്, വേറെ വെള്ളമില്ല. എന്താ കാട്ടുക? പോകന്നെ. അപ്പം ആദ്യത്തെ തഖ്വ പോകാതിരിക്കലാണെങ്കിൽ പിന്നെ തഖ്വ പോകലായി. ആദ്യം മൂർഖം പാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകാതിരിക്കലാണ് തഖ്വ, സൂക്ഷ്മത. എന്നാൽ കിണർ അവിടെ ഉള്ളു വെച്ചാൽ പിന്നെ പോകുന്നതാണ് സൂക്ഷ്മത. പക്ഷെ പോകുമ്പോൾ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറച്ചങ്ങോട്ട് എത്തിയാൽ വലിയൊരു പനുണ്ട്. ആ പനൻ്റെ ചോട്ടിൽ ഒരു മട ഉണ്ട്. മടയിലാണ് മൂർഖ ഇരിക്കുന്നത്. അപ്പം എന്ത് വേണം? ആ പനൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്നിങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം. അതാണ് ആദ്യം പോകാതിരിക്കലായിരുന്നു തഖ്വ, പിന്നെ പോവുകയാണ്. പക്ഷെ അവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് പോകലാണ് തഖ്വ. ഇതൊക്കെ വേഗം മനസ്സിലാണെങ്കിൽ നമ്മൾ നാടൻ ഉദാഹരണങ്ങൾ ആലോചിച്ച് നോക്കണം. ചെറിയിരുന്നാക്കിപ്പോൾ കുട്ടികൾക്ക് തുണികുപ്പായി എടുക്കണ്ടേ? എന്തായാലും സംഗതി തഖ്വ തുണിഷാപ്പിക്ക് പോകാതിരിക്കൽ തന്നെയാണ്, അല്ലെങ്കിൽ പീടിക്ക് പോകാതിരിക്കൽ തന്നെയാണ്. പക്ഷെ കുട്ടികൾക്ക് എന്തായാലും തുണികുപ്പായും വാങ്ങണ്ടേ? അവനാരുടെ കുട്ടികൾക്ക് പെരുന്നാൾക്ക് നല്ലത് എടുക്കണ്ടേ? അപ്പോൾ പിന്നെ പോകുക തന്നെ. എന്താ വേണ്ടത്? തുണിഷാപ്പ് ചെന്നാൽ, ജ്വല്ലറി ചെന്നാൽ, ടെക്സ്റ്റൈൽസ് ചെന്നാൽ, പീടി ചെന്നാൽ കാണാൻ പറ്റുന്നതെല്ലാം ഉണ്ടാകുക, അധികവും കാണാൻ പറ്റാത്ത ഉണ്ടാകുക. ഒന്നിങ്ങനെ കട്ട് ചെയ്ത് പോകണമല്ല. അപ്പം എന്താ കട്ട്? അങ്ങനെ. അപ്പം ആ മടൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് പോകലാണ് മുത്തഖി എന്ന് പറഞ്ഞത് ഒരു കാലത്ത്. പിന്നെ ഇനി വേറെ സംഭവം ഉണ്ടായി. മടൻ്റെ അടുത്ത് എത്തിയപ്പോൾ കട്ട് ചെയ്തിട്ടൊക്കെ തന്നെ പോയത്. പക്ഷെ വള്ളിമ്മ കാല് തടഞ്ഞതിനാൽ പാമ്പ് മടന്ന് ഇങ്ങോട്ട് ചാടി ഒരു ചാട്ടം. എന്നാൽ പിന്നെയും തഖ്വ മാറും. അടുത്ത തഖ്വ ചീമക്കൊന്നമന്ത് വളവില്ലാത്തൊരു വടിന് വെട്ടിയിട്ട് ഒറ്റ അടി തലക്കണ് കൊള്ളണം. തല ഇങ്ങോട്ട് താകണം. പിന്നെ തല പൊന്തിക്കരുത്. പിന്നെ രണ്ടാമത്തതും മൂന്നാമത്തതും അടിച്ചാണ്ട് കൊന്നാൽ മതി. ഒറ്റ അടിക്ക് തല താവണം. ആ സൈസ് നല്ല ഉന്നുള്ള ഒറ്റ അടി തലക്കണ് കൊടുക്കുകയാണ് വേണ്ടത്. അടിച്ചതൊക്കെ തലക്കന്നെയായിരുന്നു, പക്ഷെ കൊണ്ടത് സൈഡിലാണ്. എന്താ കാട്ടുക? പാമ്പ് ഇങ്ങോട്ട് കയറി വടിമക്കൂടെ. എന്നാൽ തഖ്വ ഇഞ്ഞും മാറും. അടുത്ത തഖ്വ പാമ്പും വടിയും കൂടി ഒരൊറ്റ ഏറാണ്ട് എറിഞ്ഞിട്ട് ആ അടക്കണം നിങ്ങളെ മുണ്ടിയും മക്കളും തന്നെ അവിടെ പോരലാണ് അടുത്ത തഖ്വ. ഇങ്ങനെ എല്ലാ കാലത്തും മുത്തഖീങ്ങൾ ഉണ്ടാവും. ഈ കാലത്തും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ചെറിയ നന്മകളെ വലിയ നന്മയായി കാണണം. ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായി കാണണം. ഈ പിന്നെ വെള്ളിയാഴ്ച ജുമുഅക്ക് 40 ആള് തികയായിട്ട് മൊല്ലാക്ക പാടത്ത് പോയി കന്നൂട്ടുന്ന ആളെ വിളിച്ചിരുത്തി കൊടുന്ന് പള്ളിക്കുളത്തുനിന്ന് കുളിപ്പിച്ചിട്ട് കള്ളിത്തുണി കുത്തി തിരുമ്പിച്ചിട്ട് അതെടുപ്പിച്ചിങ്ങാണ്ട് 40 ആളെ തേച്ചിട്ട് ജുമുഅ നടന്ന കാലുണ്ട്. ഇന്നിപ്പോൾ റമദാൻ മാസമായാൽ അങ്ങാടിത്തെ പള്ളിക്കൊക്കെ വെള്ളം അടിച്ചാലും തികണില്ല ആൾക്കാർ നിൽക്കരിച്ചിട്ട്. ചെറിയ മാറ്റമാണ്, പക്ഷെ വലിയ മാറ്റമായി നമ്മൾ കാണണം. അപ്പോഴേ വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ കാലത്തും മുത്തഖീങ്ങളുണ്ടാവും, എല്ലാ കാലത്തും മുഅ്മിനീങ്ങളുണ്ടാകും, എല്ലാ കാലത്തും സ്വാലിഹീങ്ങളുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ആബിദീങ്ങളുണ്ട്, എല്ലാ കാലഘട്ടത്തിലും മുതവക്കിലീങ്ങളുണ്ട്, എല്ലാ കാലത്തും സ്വാബിരീങ്ങളുണ്ട്. ഈ കാലത്തെ മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് യുവാക്കൾക്കും കഴിയണം, നമ്മളെ മക്കൾക്കും കഴിയണം. അതിന് ചെറിയ മാറ്റങ്ങളെ വലുതായി കാണണം. ഞാനിപ്പോൾ ഇങ്ങനെ വിലയിരുത്തിയപ്പോൾ 2022 മറ്റു വർഷങ്ങളിലൊന്നും ഇല്ലാത്തതായിട്ട് കണ്ടത് പ്രധാനമായിട്ടും 3 സംഗതികളാണ്. പ്രധാനമായിട്ട് ഞാൻ കണ്ടത് 3 സംഗതിയാണ്. പിന്നെ കുറേ കാര്യമുണ്ട്, അതൊക്കെ മുമ്പുള്ള തന്നെയാണ്. പുതിയതായിട്ട് കണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, പന്ത് കളിക്കാൻ ടർഫിക്ക് പോവുക. അതിപ്പോൾ 22, 21 തുടങ്ങിയിട്ടുണ്ടെങ്കിലും വ്യാപകമായിട്ട് 22 കണ്ടത്.
പിന്നെ രണ്ടാമത് ഞാൻ കണ്ടത് തറാവി കഴിഞ്ഞിട്ട് അച്ചാർ തിന്നാൻ പോവുക. അതാണ് പിന്നെ ഇപ്പം ഞാൻ കണ്ട 22 കണ്ട വേറെ ഒരു. നിങ്ങളും കണ്ടു, ഞാൻ കാണുമ്പോൾ നിങ്ങളും കാണുമല്ലോ. നമ്മളൊക്കെ ഇവിടെ തന്നെ അല്ലേ, അതുകൊണ്ട് ഞാൻ കാണുന്നൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഞങ്ങളവിടെ ഉണ്ട് അച്ചാറും പാടം എന്നുണ്ടൊരു പാടം തന്നെ ഉണ്ട്. തറാവി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി അച്ചാർ തിന്നാൻ പോയിട്ട്. അപ്പം അങ്ങനെ രണ്ടാമത്തെ ഒരു മാറ്റം അതാണ് കണ്ടത്. മൂന്നാമത് ഇപ്പോൾ ഈ 2022 കണ്ട ഒരു മാറ്റം ടൗസർ ഇട്ടുങ്ങാണ്ട് അങ്ങാടി കൂടി അടക്കുക. അത് ഇപ്രാവശ്യം കണ്ട ഒരു സംഗതിയാണ്. ഇതിലൊക്കെ മുത്തഖീങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ പറയണത്. ഈ ആൾക്കാരിലൊക്കെ നല്ല മനുഷ്യന്മാരുണ്ട്. ഈ അച്ചാർ തിന്നാൻ പോണയിലുണ്ട്, ഈ പന്തൽച്ചാൻ പോണയിലുണ്ട്, ഈ ടൗസർ ഇടണയിലുണ്ട്. ഇതിലൊക്കെ മുത്തഖീങ്ങളുണ്ട്. അപ്പം അയിത്തൊക്കെ മുത്തഖീങ്ങൾ ആരെയിരിക്കാരം? അപ്പോൾ ഈ കളിച്ചാൻ പോണയിൽ ടർഫിക്ക് പോണയിലെ മുത്തഖ് ആരെയിരിക്കാരം? ബാങ്ക് കൊടുക്കുമ്പോൾ കയറിപ്പോരും. അതെന്നെ മുത്തഖ് കയറണേ. ഓൻ പോകും, പോകാതിരിക്കും എന്നല്ല, പോകും. പക്ഷെ മഗ്‌രിബ് വാങ്ക് കേട്ടാൽ പിന്നെ അവിടെ നിൽക്കാൻ കഴിയൂല. അപ്പോൾ പിന്നെ മുമ്പരും കയറിപ്പോയി ഇങ്ങാണ്ട് കുളിച്ചിങ്ങാണ്ട് മഗ്‌രിബ് കരിച്ചാണ്ട് പിന്നെ പെരേക്കും. തറാവി കഴിഞ്ഞിട്ട് അച്ചാർ തിന്നാൻ പോണേലും മുത്തഖി ഉണ്ടാവും. അയിത്ത മുത്തഖി ആരീക്കാരം അച്ചാർ തിന്നാനൊക്കെ പോണുണ്ടെങ്കിലും ഒച്ചടൂല, ഒച്ചയും വീടും ബഹളമൊന്നും ഉണ്ടാക്കൂല. മെല്ലെ പോയിങ്ങാണ്ട് പിന്നെ മുളക് തേച്ച മാങ്ങിയും തിന്നുങ്ങാണ്ട് മെല്ലെ, അല്ലെങ്കിൽ ഒരു സോഡയും കുടിച്ചിങ്ങാണ്ട് മെല്ലെ ഇങ്ങനെ അങ്ങോട്ട് പോരും. ഒച്ചടൂല. ടൗസർ എണ്ണയിലും മുത്തഖി ഉണ്ടാവും. ആരാ ടൗസർ എണ്ണയിലെ മുത്തഖി? ആൾക്കാരിടയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ മേലൊരു തുണിയും കൂടി എടുക്കും. മറ്റേത് അടിയിലുണ്ടാവും. അതിൻ്റെ മേലൊരു തുണിയും കൂടി എടുത്തിട്ടാണ് മനുഷ്യന്മാരുടെയൊക്കെ പോവുള്ളൂ. ബെഡ്റൂമിലോ ഒറ്റക്കൊക്കെ ആകുമ്പോൾ അങ്ങനെയാണെങ്കിലും ആൾക്കാരുടെയൊക്കെ പോകുമ്പോൾ അതിൻ്റെ മേലൊരു തുണിയും കൂടി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എല്ലാ കാലത്തും മുത്തഖീങ്ങളുണ്ട്. ഈ കാലത്തെ മുത്തഖീങ്ങളെ ഉണ്ടാക്കലാണ് നമ്മളെ ജോലി. അതിന് ഒരു കാര്യം ഉണ്ടാകരുത്. കാലഘട്ടം നശിച്ചിട്ടുണ്ട്, ഇഞ്ഞാരും നേരാവൂല എന്ന് പറയും ചെയ്യരുത്, ആലോചിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചിന്തിക്കാനും പാടില്ല, അങ്ങനെ പറയാനും പാടില്ല. എന്തുകൊണ്ട്? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഇനി ഇവിടെ വരാനുള്ളതാണ്. മഹ്ദി ഇമാമിനെ പിന്തുടരുന്ന ആളുകളും ഉണ്ടാവും. മുത്തഖീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ അലൈഹിസ്സലാം ഇനി ഇവിടെ വരാനുള്ളതാണ്. മഹാനവറുകൾ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഭരണം നടത്തും. ധാരാളം ആളുകൾ മഹാനവറുകളെ പിന്തുടരും. അപ്പൊ നല്ല മനുഷ്യന്മാർ ഇനിയുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനി ഉണ്ടാവും. തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമാണ് എന്ന് മാത്രം. ചില മനുഷ്യന്മാരൊക്കെ വഫാത്തായതിനു ശേഷം നമുക്ക് മനസ്സിലാകുക അങ്ങനെ ഇരുന്നോ. ചില ആൾക്കാർ വഫാത്തായിട്ടേ വരുള്ളൂ. ഒരണക്കിന് അത് നല്ലതുമാണ് കേട്ടോ. അതിലുണ്ടല്ലോ ഉദ്കുറു മഹാസിന മൗത്താക്കും എന്നതിൽ ഒരു കാര്യം കിട്ടും. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങളെ നിങ്ങൾ പറയുക എന്ന് പറഞ്ഞതിൽ നിന്നൊരു കാര്യം കിട്ടും. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഗുണേ പറയാൻ പറ്റുള്ളൂ എന്നും കിട്ടും. രണ്ട്, മരിച്ചവരെ പറ്റിയേ പറയാൻ പറ്റുള്ളൂ എന്നും കിട്ടും. ഉദ്കുറു മഹാസിന മൗത്താക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങളെ നിങ്ങൾ പറയുക എന്നതിൽ നിന്ന് രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിട്ടും. ഒന്ന്, ഗുണേ പറയാൻ പാടുള്ളൂ. രണ്ട്, മരിച്ചവരെ പറ്റിയേ പറയാൻ പാടുള്ളൂ. ഹയാത്തിലുള്ള ആളുകളെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞാൽ പിശാച് രണ്ട് തലക്കിൽ വർക്ക് ചെയ്യുമെന്നാണ്. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മളൊരു പരിധിക്കപ്പുറം പുകഴ്ത്തിയാൽ ശൈത്താൻ രണ്ട് നിലക്ക് വർക്ക് ചെയ്യും. ഇപ്പം നിങ്ങൾ പറയുകയാണെന്ന് വിചാരിക്കുക, സാലിം ഫൈസി വലിയ സംഭവമാണ് എന്ന് പറഞ്ഞാൽ ശൈത്താൻ രണ്ട് നിലക്ക് വർക്ക് ചെയ്യും. രണ്ട് നിലക്ക് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇന്നോട് വന്നിട്ട് പറയും എന്നെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് കുപ്പായൊക്കെ ഒന്ന് ഉഷാറാക്കണതിനനുസരിച്ച് അഹങ്കാരം അങ്ങനെ കൂടും. അപ്പം എന്നെ കേടെടുത്തുക, അതാണ് ഒരു പണി. രണ്ടാമത്തെ ഒരു പണിയുണ്ട്. ഞാനൊരു മനുഷ്യനാണല്ലോ, അപ്പം മാനുഷികമായ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ എന്നിലുണ്ടെങ്കിൽ അത് നിങ്ങളെ കാണിക്കും. ആള് വലിയ ആളാണെങ്കിലും ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാരണങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനത ഇയാളെ പുകഴ്ത്തുന്നവരെയും അത് കേൾക്കുന്നവരെയും കേൾപ്പിക്കും, അല്ലെങ്കിൽ അറിയിക്കും. അതോടുകൂടെ ഹിമാലയത്തിൻ്റെ മേലെ ഇങ്ങനെ വലിയ ആളാന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കയറ്റി വെച്ച ആൾ ഒറ്റയടിക്ക് താഴത്തേക്ക് പോരും. ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചിന്തിക്കും, മൂപ്പരൊക്കെ അങ്ങനെയാണ്, പിന്നെ ഞാനൊക്കെ ഇങ്ങനെ മതിയില്ലേ എന്ന്. മനുഷ്യൻ തകരാനുള്ളൊരു കാരണമാണ്. അതുകൊണ്ട് മരിച്ച ആളുകളെ കുറിച്ച് പറയൽ തന്നെ ഏറ്റവും നല്ലത്. പിന്നെ വേറെ ഒന്നുണ്ട്, ഉദ്കുറു മഹാസിന മൗത്താക്കും എന്നതിൽ നിന്ന് മരിച്ച ആളുകളുടെ ഗുണഗണങ്ങൾ പറയൽ ദിക്റിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് കിട്ടും. ദിക്ർ ചൊല്ലലും ഉണ്ട്, ദിക്ർ പറയലും ഉണ്ട്, ദിക്ർ ആലോചിക്കലും ഉണ്ട്, ദിക്ർ
ചെയ്യലുണ്ട്, ദിക്ർ ചൊല്ലലുണ്ട്, ദിക്ർ പറയലുണ്ട്, ദിക്ർ ആലോചിക്കലുണ്ട്, ദിക്ർ ചെയ്യലുണ്ട്. ഇതൊക്കെ ഉണ്ട് ദിക്റിൽ, ഇതൊക്കെ ഉണ്ട്. ദിക്ർ ചൊല്ലൽ നമുക്ക് എല്ലാവർക്കും അറിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഇതൊക്കെ ദിക്ർ അല്ലല്ല, നമുക്ക് എല്ലാവർക്കും അറിയും. ദിക്ർ ആലോചിക്കൽ എങ്ങനെ? തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ, ഒരു സഅത്ത് അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ളതാണെന്ന് ഷഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. ഒരു മണിക്കൂർ, സഅത്തിന്റെ ശരിക്കർത്ഥം മണിക്കൂർ എന്നല്ല കേട്ടോ. സഅത്ത് എന്ന് പറയുന്നത് സുബ്ഹി മുതൽ മഗ്രിബ് വരെയുള്ള മൊത്തം സമയത്തെ 12 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്ന ഒരു ഭാഗത്തെയാണ് സഅത്ത് എന്ന് പറയുന്നത്. സൗകര്യത്തിന് വേണ്ടി നമുക്ക് മണിക്കൂർ എന്ന് പറയാന്നേ ഉള്ളൂ. ഒരു മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ ആലോചിക്കൽ ഖൈറും മിൻ അൽഫി റക്അത്ത് ഹദീസിൽ വന്നു, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാൻ. വേറെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരു രാത്രി മുഴുവൻ നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാൻ. ഒരു സഅത്ത്, ഒരു മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കൽ. ഈ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിക്കുന്നത് അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതിനാണ് അള്ളാഹിനെ പറ്റി ആലോചിക്കുക എന്ന് പറയുന്നത്. നമ്മൾ എന്ത് വിഷയം ആലോചിച്ചാലും അള്ളാഹുവിലേക്ക് എത്തിക്കാൻ കഴിയും. ഏത് വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാലും അള്ളാഹുവിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോലും അള്ളാഹുവിലേക്ക് എത്തിക്കാം. കയ്യിനെ കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിലേക്ക് എത്തിക്കാം. എന്നാലിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോറ് കഴിക്കണം. അപ്പം ഞാനും ഉണ്ട്. ചോറിങ്ങനെ തിന്നുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ആ നാട്ടിലത്തെ മുഴുവൻ ആൾക്കാരെയും കുറ്റം പറയാം. ചോറ് കഴിക്കാൻ ആരും വിടണില്ല, ആ നാട്ടുകാരെ മൊത്തം കുറ്റം പറയാണ് ചോറ് കഴിക്കണതിൻ്റെ ഇടയിൽ. അപ്പോൾ കുറേ എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദ് എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു. അതിൽ ഞാൻ പറഞ്ഞു, നമ്മളെ ഈ കയ്യിൻ്റെ ഇവിടെ ഒരു ഞെട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ മടങ്ങാനും നീരാനും ഇവിടെ ഒരു ഞെട്ടുണ്ട്. ഈ ഞെട്ട് ഒന്നും കൂടി ഒന്ന് ടൈറ്റായാൽ പിന്നെ ജീവിതത്തിൽ ഓൻ്റെ കൈ കൊണ്ട് ഓൻ ചോറ് കഴിക്കൂല. ഇതിപ്പോൾ ലൂസുള്ളതുകൊണ്ടാണ് നമ്മളെ കൈ കൊണ്ട് ചോറ് കഴിക്കണേ. ഈ ഞെട്ട് ഒന്നും കൂടി ഒന്ന് ടൈറ്റായി എന്ന് വിചാരിക്കുക, പിന്നെ ഓൻ്റെ കൈ കൊണ്ട് ഓൻ ചോറ് കഴിക്കൂല. വേണ്ട, അത് ഒന്നും കൂടി ആണ്ട് ലൂസായി എന്ന് വിചാരിച്ചോളി, എന്നാലും ഓൻ്റെ കൈ കൊണ്ട് പിന്നെ ഓൻ ചോറ് കഴിക്കൂല, ആരെങ്കിലും വാരി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. സംസാരങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതിനാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത്. ഏത് വിഷയം ചിന്തിച്ചാലും അള്ളാഹുവിലേക്ക് എത്തും. അള്ളാഹിൻ്റെ തെളിവെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് തന്നെ ഉജൂദു ഹാദിയിൽ മഖ്ലൂഖാത്താണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഒരാൾ 1 മണിക്കൂർ ചെലവഴിക്കൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പോരിശയുണ്ടെന്ന് പറഞ്ഞതാണ് ദിക്റിന്റെ ആലോചന എന്ന് പറയുന്നത്. സാക്കിരീങ്ങളാണ് ആൺകുട്ടികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫീഹി റിജാലുൻ ലാ തുലീം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ഫീഹി പള്ളിയിലുണ്ട് റിജാലുൻ, കുറച്ച് ആൺകുട്ടികൾ, ലാ തുലീം തിജാറത്തുൻ വലാ ബൈഉൻ, ഹോൾസെയിലും റീറ്റെയിലും ആയ യാതൊരുവിധ കച്ചവടങ്ങളും അവരെ ജോലിയാക്കുകയില്ല. അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് ജോലിയാക്കുകയില്ല. അങ്ങനത്തെ കുറച്ച് ആണുങ്ങളുണ്ട് പള്ളിയിൽ എന്ന്. അപ്പം ദാക്കിരീങ്ങളെ കുറിച്ചാണ് ഖുർആൻ പുരുഷന്മാരെന്ന് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വരും. അപ്പോൾ 1 ദിക്ർ ചൊല്ലൽ, 2 ദിക്ർ ആലോചിക്കൽ, 3 ദിക്ർ ചെയ്യലുണ്ട്. ദിക്റിന്റെ പ്രവർത്തനം അഖിമസ്സലാത്ത ലിദിക്രി, ഉദാഹരണം അഖിമിസ്സലാത്ത ലിദിക്രി, എൻ്റെ ദിക്റിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അവൻ നിസ്കാരവും ദിക്ർ തന്നെയാണ്, നോമ്പും ദിക്ർ തന്നെയാണ്, ഹജ്ജും ദിക്ർ തന്നെയാണ്. ഇങ്ങനെ ദിക്റിന്റെ അമലുകൾ. 4മത്തേത് ദിക്റിന്റെ വർത്തമാനമുണ്ട്. ദിക്റിന്റെ വർത്തമാനം എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളെ കുറിച്ച് പറയലാണ്. ദിക്റുൽ അംബിയാ ഇബാദത്തുൻ വദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ. ദിക്റുൽ അംബിയാ, ഈ അംബിയാക്കളെ പറയൽ, കഫാറത്തുൻ ഇബാദത്തുൻ, അത് ഇബാദത്തിന്റെ പരിധിയിൽ വരും. വദിക്റുസ് സ്വാലിഹീന, സ്വാലിഹീങ്ങളെ പറയൽ കഫാറത്തുൻ, പാപങ്ങൾ പൊറുപ്പിക്കും. ദിക്ർ എന്നുള്ളിടത്ത് ദിക്റുൽ അംബിയാ എന്നുള്ളിടത്തും ദിക്റുസ് സ്വാലിഹീന എന്നുള്ളിടത്തും മഹാനായ സയ്യിദുനാ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു
ഒരു തഫ്സീർ എഴുതി കൊടുത്തിട്ടുണ്ട്, ഐ ദിക്റു അസ്മാഇഹിം എന്നുണ്ട്. അതായത് സ്വാലിഹീങ്ങളെ പറയുക എന്ന് പറഞ്ഞാൽ ഒന്ന് അവരുടെ പേര് പറയാം, രണ്ടാണ് അവരുടെ താരീഖ് പറയല്. അപ്പൊ വെറുതെ ഒരാളിങ്ങനെ ഇരുന്നപ്പോ തസ്ബീഹ് മാല ഇങ്ങനെ എടുത്തിട്ട് ആദം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ കൂലിട്ടു. അത് ദിക്റാണ്. അമ്പിയാക്കളുടെ അസ്മാവ് പറയാം, സ്വാലിഹീങ്ങളുടെ പേര് പറയുക എന്നത് ദിക്റിന്റെ പരിധിയിൽ വരും. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സ്വാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖും കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു തദാ. കിഫായത്തുൽ അവാമിലുള്ളതാണ്. അതിന് അഖീദത്തുൽ അവാം എന്നും പേരുണ്ട്. ദർസിൽ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ആദ്യം ഓതുന്ന കിതാബുകളുണ്ട്. 10 കിതാബ്, 7 കിതാബ്, ഇങ്ങനെയൊക്കെയുള്ള കിതാബ്. അതിൽപ്പെട്ടതാണ് ബെയ്ത്തിൻ്റെ കിതാബ്. അതിലുള്ളതാണ് കിഫായത്തുൽ അവാം. അതിന് അഖീദത്തുൽ അവാം എന്ന് വേറൊരു പേരുണ്ട്. ഈ ബെയ്ത്ത് വല്യമ്മ ചെല്ലാറുള്ള 15 വക ഏടിലുണ്ട്. അതെന്താ വല്യമ്മ ചെല്ലണത് എന്ന് പറയാൻ കാരണം വല്ലിപ്പ ചെല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അല്ല, വല്യമ്മ ചെല്ലണതെന്ന് പറയാൻ കാരണം വല്ലിപ്പ ചെല്ലലില്ല, അതുകൊണ്ട് തന്നെയാണ് വല്യമ്മ എന്ന് പറയാൻ കാരണം. അതന്നെ, അത് ചെല്ലിയാല്, ഇത് സ്ഥിരമായിട്ട് ചെല്ലിയാല് ചെല്ലുന്ന ആൾക്ക് ടെൻഷൻ ഉണ്ടാവൂല എന്ന് ത്വൽസമാത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. കിഫായത്തുൽ അവാം ചെല്ലിയാൽ ടെൻഷൻ ഉണ്ടാവില്ല എന്ന്. എന്താ അതിലുള്ളത്? കുറെ ആൾക്കാരെ പേരുണ്ട്. ആയിഷത്തും വഹഫ്സത്തും വസൗദാ സഫിയത്തും മൈമൂനത്തും വറംല ഹിന്ദും വസൈനബുൻ കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. സ്വാലിഹീങ്ങളുടെ പേര് മാത്രം പറഞ്ഞാൽ മതി, അതിന് കൂലിട്ടും.